പോലീസിന് ഈ കാര്യത്തിൽ ഒരു വീഴ്ച വന്നു, അത് സസ്പെൻഷന് വിധേയമാക്കേണ്ട ഒരു വീഴ്ചയാണ് എന്നാണോ പറയേണ്ടത്? 2 ജീവൻ പോകുമ്പോ അതിന് മാത്രം ദേവീത് മറുപടി. ബാക്കി കഥകളൊക്കെ നാം അറിഞ്ഞതാണ്. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി. ചെന്താമര എന്ന് പറഞ്ഞയാൾ അന്ധവിശ്വാസിയാണ്, മനോരോഗിയെപ്പോലെ പെരുമാറുന്നയാളാണ്. അയാൾ പോലീസ് ഉദ്യോഗസ്ഥരോട് എന്ന് പറഞ്ഞപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ ചെയ്യേണ്ട കാര്യം എന്തായിരുന്നു? മുഖ്യമന്ത്രി പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, ഇങ്ങനെ പരാതി കിട്ടിയാൽ ഉടനെ ജയിലിലിടാനുള്ള വകുപ്പൊന്നുമില്ല. പിന്നെന്താ വകുപ്പുള്ളത്? ഇവിടെ ഷംസീദിൻ്റെ പുതിയ പ്രൊസീജിയർ കോഡ് ന്യായസംഹിത വന്നു, മുസ്ലിം ലീഗിൻ്റെ ന്യായസംഹിത, പ്രിവെൻറ്റീവ് അറസ്റ്റ്. കോടതി ജാമ്യം കൊടുത്തിയാൾക്ക് പ്രിവെൻറ്റീവ് അറസ്റ്റ് പറ്റുമോ? നിങ്ങൾ മുസ്ലിം ലീഗിന് വേണ്ടി ഒറ്റ ചോദ്യമേ ഉള്ളൂ. ജാമ്യ വ്യവസ്ഥ ലംഘിച്ച് ഇയാൾ ഈ നെന്മാറ പഞ്ചായത്തിൽ താമസിക്കുന്നു, ഇരകളുടെ വീടിന്റെ 100 മീറ്റർ അപ്പുറത്ത്. ആ കാര്യം പോലീസിന് കോടതി അറിയിച്ചൂടെ? അതിപ്പോ ലീഗിന്റെ ന്യായസംഹിത മാറ്റിവെക്കുക, CPM-ന്റെ ന്യായസംഹിതയെ മാറ്റിവെക്കുക, ഈ പറയുന്ന ഭാരതീയ ന്യായ സംഹിത പ്രകാരം അല്ലല്ല, അത് കോടതിയെ അറിയിക്കാൻ പറ്റുമോ ഇല്ലയോ പോലീസിന്? അത് ചെയ്തോ ഇല്ലയോ പോലീസ്? അതാണ് കോടതി ചെയ്ത തെറ്റ്. ഒരു കോടതിക്കകത്ത് ജാമ്യാപേക്ഷ കൊടുക്കുന്ന ഘട്ടത്തിൽ ഇയൊക്കെ ജാമ്യം കൊടുത്താൽ അപകടമാണെന്ന് പോലീസ് പറഞ്ഞോ ഇല്ലയോ? ചോദ്യം. കോടതി ജാമ്യം കൊടുത്തു, 4 കൊല്ലക്കാലം കഴിഞ്ഞ്. ജാമ്യ വ്യവസ്ഥ ലംഘിച്ച കാര്യം പോലീസ് കോടതിയെ അറിയിച്ചോ ഇല്ലയോ? അതിന് മാത്രം ചോദ്യം. അങ്ങ് ഒരുപാട് സമയമെടുത്തു. ഇതിന് ദേവീത് വഴങ്ങുക. പോലീസ് കോടതിയിൽ ജാമ്യ വ്യവസ്ഥ ലംഘിച്ച കാര്യം അറിയിച്ചോ ഇല്ലയോ? പോലീസ്, അതല്ലാതെ പുതുമുഖത്തെ പറ്റിയല്ല ചോദിക്കുന്നത്. പോലീസ് അറിയിച്ചോ ഇല്ലയോ? അതിന് 2 ഭാഗമുണ്ട്. ഒരു ഭാഗം എന്ന് പറയുന്നത് ജാമ്യവ്യവസ്ഥ ലംഘിക്കുമ്പോൾ കോടതി ചെയ്തൊരു പ്രധാനപ്പെട്ട പെശകുണ്ട്. എന്താ പെശക്? ഇയാൾ നെന്മാറ പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ കയറാൻ പാടില്ല എന്ന വ്യവസ്ഥ എന്തിനാ ഇളവ് ചെയ്ത് കൊടുത്ത്? അതിന് കോടതിയിൽ പോലീസ് ഒബ്ജക്ഷൻ കൊടുത്തോ? കോടതി പോലീസിൻ്റെ ഒബ്ജക്ഷൻ സ്വീകരിക്കുന്നില്ല എന്ന ബോധ്യം വരുമ്പോൾ പോലീസ് ആ നിലയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ടാവും. അല്ലെന്നേ, പുതിയ വ്യവസ്ഥ വന്നു. നെന്മാറ പഞ്ചായത്തിനകത്ത് പ്രവേശിക്കരുത് എന്ന വ്യവസ്ഥയുണ്ട്. അത് ലംഘിക്കപ്പെട്ടു എന്ന വിവരമുണ്ട്. ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കോടതിയെ ബോധ്യപ്പെടുത്തിയോ ഇല്ലയോ? എനിക്ക് ഇനിയെങ്കിലും അങ്ങയുടെ അഭ്യർത്ഥനയുള്ളത് ആ ചോദ്യത്തിന് നേരിട്ടുള്ള മറുപടി. കോടതിയോട് ഈ കാര്യം ജാമ്യ വ്യവസ്ഥ ലംഘിച്ച കാര്യം പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ പോലീസ്? ലീഗിന്റെ ന്യായ സംഹിതയെ പറ്റിയൊക്കെ പറഞ്ഞല്ലോ, പോലീസ് ചെയ്തോ?